അയ്യോ ഗൈസ്, ഊട്ടിക്ക് പോയിട്ട് പനി പിടിച്ചു. ഈടത്തേക്ക് എത്തിയത് എന്തോ ചെലന്തി ഭാഗ്യം. സിസ്റ്ററെ, ഭയങ്കര ക്ഷീണം. ഒരു ഷവർമ വാങ്ങിച്ചു തരുമോ? മിണ്ടാതെ അടങ്ങിക്കിടക്കുന്നോ അതോ സൂചി എടുക്കണോ? പെങ്ങളെ, ഇത് ഒരുപാടുണ്ടല്ലോ, എന്തേലും കുറയോ? ഇത് മീൻ മാർക്കറ്റ് അല്ല ചേട്ടാ, ഹോസ്പിറ്റലാണ്. ശമ്പളം കിട്ടിയതൊക്കെ ഇവിടെ കൊടുക്കാനേ ഉള്ളൂ. ബിസിനസ് എന്തേലും നോക്കണം. എന്ത് ബിസിനസ്സാ തുടങ്ങുക? കുറച്ച് ഡ്രാഗൺ കുഞ്ഞുങ്ങളെ വളർത്തിയാലോ? അല്ലേ വേണ്ട, ചൈന ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യാം. ഗൈസ്, നല്ല ബിസിനസ് ഐഡിയസ് കമന്റ് ചെയ്യൂ. പെട്ടെന്ന് വയറ് നിറക്കാം അമ്മണി. മഴ വരുന്നുണ്ട്, എനിക്ക് മഴ നനയാൻ പറ്റൂല. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ഇവറ്റകളെ മേയിച്ചു വരുമ്പോഴത്തേക്ക് എന്റെ ഗ്യാസ് തീരുന്നു ഗൈസ്. ഇന്ന് അമ്മച്ചി കാണാതെ ഒരു ഗ്ലാസ് പാല് പൊക്കണം. ഗൈസ്, ഇന്ന് മീൻ പിടിക്കലാണ് പരിപാടി. രാത്രിയേക്ക് നല്ല മീൻകറി കൂട്ടി ചോറുണ്ണാം. ആ ചെറിയ മീനുകളൊക്കെ അങ്ങോട്ട് പോ. നാശം. 3 മണിക്കൂർ കുത്തിരുന്നിട്ട് കിട്ടിയത് ഇതാ. ഈനോട് എന്ത് കറി ഉണ്ടാക്കാൻ? കുറെ ആൾക്ക് കിട്ടും, കുറെ ആൾക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടിയിട്ട. ഗൈസ്, എന്റെ വല വരുന്ന സെറ്റപ്പ് വർക്കാവുന്നില്ല. വൈദ്യരെ കാണിക്കേണ്ടി വരും. പറഞ്ഞോളൂ, എന്താ പറ്റിയേ? വല വരുന്നില്ല. ശരിയാക്കാം. ഈ ചെലന്തി തൈലം 3 നേരം പുരട്ടുക. മരുന്ന് പുരട്ടാൻ തുടങ്ങി ഗൈസ്. പെട്ടെന്ന് റെഡിയാവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. സുരേഷ് റോഡിൽ കൂടെ നടന്നു പോയപ്പോ ഒരു 2000 രൂപ നോട്ടും ഒരു ഉണക്കമീനും കണ്ടു. അവൻ ഉണക്കമീൻ എടുത്തിട്ട് 2000 രൂപ അവിടെ വെച്ചു. എന്തുകൊണ്ട്? എനിക്കറിയില്ല. സുരേഷ് ഒരു പൂച്ചയായിരുന്നു. പോത്തുപോലെ കിടന്നുറങ്ങാണ്ട് വല്ല പണിയെടുക്ക കുതിരേ. ഗൈസ്, അമ്മച്ചി കാണാതെ ഒരു കൊല പൊക്കി. ഇത് മാർക്കറ്റിൽ കൊടുത്തിട്ട് കിട്ടുന്ന കാശില് ചെറിയ പരിപാടിയുണ്ട്. കൊല ചെറുതാണ്, ഇതിന് ഇത്ര കിട്ടും. കുഴപ്പമില്ല ചേട്ടാ, പോയിട്ട് കുറച്ച് പണിയുണ്ട്. അപ്പൊ ശരി ഗൈസ്, ഇതാണ് ഇന്നത്തെ പരിപാടി. മന്തി കഴിക്കാൻ കാശില്ലാത്തോണ്ട് ഒരു കൊല അടിച്ചു മാറ്റിയതാ. 1 hour later. നല്ലൊരു കൊലയായിരുന്നു. ആരോ അടിച്ചു മാറ്റി. കഷ്ടം തന്നെ. ശരി അമ്മച്ചി, CCTV വെക്കേണ്ടി വരും.